സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ദശമസ്കന്ധേ സപ്തവിംശതിതമോऽധ്യായ. ശ്രീശുക ഉവാച. ഗോവർദ്ധനെ ധൃതേ ശൈല ആസാരാദ്രക്ഷിതേ വ്രജേ ഗോലോകാദാവ്രജത് കൃഷ്ണം സുരഭിഃ ശക്ര ഏവ ച. വിവിക്ത ഉപസംഗമ്യ വ്രീഡിത കൃതഹേളന പസ്പർശപാദയോരേനം കിരീടേനാർക്കവർച്ചസ. ദൃഷ്ടശ്രുതാനുഭാവോസ്യ കൃഷ്ണസ്യാമിത തേജസ നഷ്ടത്രിലോകേശമത ഇന്ദ്ര ആഹൃതാഞ്ജലി. ഇന്ദ്ര ഉവാച. വിശുദ്ധസത്വം തവ ധാമ ശാന്തം തപോമയം ത്വസ്തരജസ്തമസ്കം മായാമയോയം ഗുണസംപ്രവാഹോ ന വിദ്യത്തെ തേ ഗ്രഹണാനുബന്ധ. കുതോ नु തദ്ധേ തവ ഈശ തത്കൃതാ ലോഭാദയോ യേ ബുധലിംഗഭാവാ. തഥാപി ദണ്ഡം ഭഗവാൻ ബിഭർത്തി ധർമ്മസ്യ ഗുപ്തൈഹല നിഗ്രഹായ. പിതാ ഗുരുസ്ത്വം ജഗദാമധീശോ ദുരത്യയ കാല ഉപാത്തദണ്ഡ. ഹിതായ സ്വേച്ഛാതനുഭിः സമീഹസേ മാനം വിധുന്വൻ ജഗദീശമാനിനാം. യേ മദ്വിധാജ്ഞാ ജഗദീശമാനിനസ്ത്വാം വീക്ഷ്യ കാലേ ഭയമാശു തന്മദം. ഹിത്വാര്യമാർഗം പ്രഭജന്ത്യപസ്മയാ ഈഹാഖലാനാമപി തേനുശാസനം. സത്വം മമൈശ്വര്യമതപ്ലുതസ്യ കൃതാകസസ്തേ വിദുഷഃ പ്രഭാവം. ക്ഷന്തും പ്രബോധാർഹസി മൂഢചേതസോ മൈവം പുനർഭുന്മതിരീശ മേ സതി. തവാവതാരോയമധോക്ഷജേഹ സ്വയംഭരാണാമൊരുഭാരജന്മനാം ചമൂപദീനാമഭവായ ദേവാ ഭവായ യുഷ്മച്ചരണാനുവർത്തിനാം. നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനെ വാസുദേവായ കൃഷ്ണായ സാത്വതാം പതയേ നമഃ. സ്വച്ഛന്തോപാത്തദേഹായ വിശുദ്ധജ്ഞാനമൂർത്തയേ സർവസ്മൈ സർവബീജായ സർവഭൂതാത്മനേ നമഃ. മയേദം ഭഗവൻ ഗോഷ്ടനാശായ സാരവായുഭിः ചേഷ്ടിതം വിഹതേ യജ്ഞേ മാനിനാ തീവ്രമന്യുനാ. ത്വയേഷാനുഗൃഹീതോऽസ്മി ധ്വസ്തസ്തംഭോ വൃഥോദ്യമഃ. ഈശ്വരം ഗുരും ആത്മാനം ത്വാമഹം ശരണം ഗതഃ. ശ്രീശുക ഉവാച. ഏവം സങ്കീർത്തിതഃ കൃഷ്ണോ മഘോനാ ഭഗവാനമും മേഘഗംഭീരയാ വാചാ പ്രഹസന്നിതമബ്രവീത്. ശ്രീഭഗവാനുവാച. മയാ തേ കാര്യമഘവൻ മഖഭംഗോനുഗൃണ്ണത മദനുസ്മൃതയേ നിത്യം മത്തസ്യേന്ദ്രശ്രിയാ ഭൃശം. മാമൈശ്വര്യശ്രീമദാന്ധോ ദണ്ഡപാണിം ന പശ്യതി തം ഭ്രംശയാമി സമ്പദ്ഭ്യോ യസ്യ ചേച്ഛാമ്യനുഗ്രഹം. ഗമ്യതാം ശക്ര ഭദ്രം വഃ ക്രിയതാം മേനുശാസനം സ്ഥീയതാം സ്വാധികാര്യേഷു യുക്തൈർവഃ സ്തംഭവർജിതൈഃ. അഥാഹ സുരഭിഃ കൃഷ്ണമഭിവന്ദ്യ മനസ്വിനി സ്വസന്താനൈരുപാമന്ത്ര്യ ഗോപരൂപിണമീശ്വരം. സുരഭിരുവാച. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ ഭവതാ ലോകനാഥേന സനാഥാ വയമച്യുതാ. ത്വം നഃ പരമഗം ദൈവം ത്വം ന ഇന്ദ്രോ ജഗത്പതേ ഭവായ ഭവഗോ വിപ്രദേവാനാം യേ ച സാധവ. ഇന്ദ്രം നസ്ത്വാഭിഷേക്ഷ്യാമോ ബ്രഹ്മണാ നോദിതാ വയം അവതീർണോസി വിശ്വാത്മൻ ഭൂമിർഭാരാപനുത്തയേ. ശ്രീശുക ഉവാച. ഏവം കൃഷ്ണമുപാമന്ത്ര്യ സുരഭിഃ പയസാത്മനഃ ജലൈരാകാശഗംഗായ ഐരാവതകരോദ്ധൃതൈഃ. ഇന്ദ്ര സുരർഷിഭിः സാകം നോദിതോ ദേവമാതൃഭിः അഭ്യഷിഞ്ച ദദാശാർഹം ഗോവിന്ദ ഇതി ചാഭ്യദാത്.
തത്രാഗതാസ്തുംബുരു നാരദാദയോ ഗന്ധർവവിദ്യാചരസിദ്ധചാരണാ ജഗുർയശോ ലോകമലാപഹം ഹരേ സുരാംഗനാ സംനനതുർമുദാന്വിതാ തം തുഷ്ടുഭുർദേവനികായ കേതവോ വ്യപാകിരം ശാദ്ഭുതപുഷ്പവൃഷ്ടിഭിः ലോകാഃ പരാം നിർവൃതിമാപ്നുവംസ്ത്രയോ ഗാവസ്തഥാ കാമനയൻ പയോധൃതാം നാനാരസൗഖാഃ സരിതോ വൃക്ഷാ ആസന്മധുസ്രവാः അകൃഷ്ടപച്ചൗഷധയോ ഗിരയോ ബിഭ്രതുന്മണീൻ കൃഷ്ണേഭിഷിക്ത ഏതാനി സത്വാനി ഗുരുനന്ദന നിർവൈര്യാണ്യഭവം സ്ഥാതാ ക്രൂരാണ്യപി നിസർഗത ഇതി ഗോകുലപതിം ഗോവിന്ദമഭിഷിച്യ സ അനുജ്ഞാതോ യയൗ ശക്രോ വൃതോ ദേവാദിഭിർദിവം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഇന്ദ്രസ്തുതിർനാമ സപ്തവിംശതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് പാരായണം ചെയ്തിരിക്കുന്നത് ദശമസ്കന്ധത്തിലെ 27-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നത് കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി ഗോകുലത്തെ രക്ഷിച്ചതുകൊണ്ട് ഇന്ദ്രൻ്റെ അഹങ്കാരമെല്ലാം ശമിച്ചു. അദ്ദേഹം കാമധേനുവിനെ മുമ്പിൽ നടത്തി കൃഷ്ണ സമക്ഷത്തിലേക്ക് ചെന്നു. സ്വ അപരാധത്തെക്കുറിച്ച് ഓർത്ത് ലജ്ജിതനായ ഇന്ദ്രൻ ഏകാന്ത സ്ഥലത്ത് വെച്ച് കൃഷ്ണൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്തു. വേദോക്തമായ കൃഷ്ണമാഹാത്മ്യത്തെക്കുറിച്ച് അറിയുന്നവനും ത്രിലോകാധിപതി താനാണെന്ന അഹങ്കാരം കൈവെടിഞ്ഞവനുമായ ആ ദേവേന്ദ്രൻ കൃഷ്ണനെ ഭക്തിപൂർവം ഇപ്രകാരം സ്തുതിക്കുവാൻ തുടങ്ങി. ഇന്ദ്രൻ സ്തുതിച്ചു. അല്ലയോ ഭഗവാനെ, നിന്തിരുവടിയുടെ സ്വരൂപം രജസ്സിൽ നിന്നും തമസ്സിൽ നിന്നും മുക്തവും വിശുദ്ധ സത്വമായിരിക്കുന്നതും തപോമയവും ശാന്തവുമാകുന്നു. അതുകൊണ്ട് മായാമയമായിരിക്കുന്ന സംസാര ഗുണങ്ങളൊന്നും തന്നെ നിന്തിരുവടിയെ ബാധിക്കുകയില്ല. അല്ലയോ ഭഗവാനെ, അജ്ഞാനികളുടെ ലക്ഷണങ്ങളായിരിക്കുന്ന ലോഭാദികൾ ഒന്നും തന്നെ നിന്തിരുവടിയെ ബാധിക്കുന്നില്ല. എങ്കിലും നിന്തിരുവടി ധർമ്മത്തെ പരിപാലിക്കുന്നതിനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിനും വേണ്ടി ദണ്ഡത്തെ ധരിക്കുന്നു. അല്ലയോ ഭഗവാനെ, ഈ ജഗത്തിൻ്റെ പിതാവും ഗുരുവും ഈശ്വരനും നിന്തിരുവടി തന്നെയാകുന്നു. ആരാലും തടയാൻ കഴിയാത്ത കാലസ്വരൂപനായിരിക്കുന്ന നിന്തിരുവടി ജഗത്തിൻ്റെ എല്ലാം അധിപതി താനാണെന്ന് അഹങ്കരിച്ച് കഴിയുന്ന ദുഷ്ടന്മാരുടെ ഗർവിനെ ഇല്ലാതാക്കി സ്വേച്ഛാനുസൃതമായ രൂപം കൈക്കൊണ്ട് വിഹരിക്കുന്നു. ലോകപാലകന്മാരാണെന്ന് അഭിമാനിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള അജ്ഞാനികൾ ആപത്തുകാലത്ത് അഭയദായകനായ നിന്തിരുവടിയെ കണ്ട് ആ മതമെല്ലാം വെടിഞ്ഞ് സന്മാർഗത്തിൽ ചരിക്കുന്നു. അതുകൊണ്ട്
അങ്ങയുടെ ഈ ലീല ഖലന്മാർക്കു കൂടി ധിക്കരിക്കാൻ കഴിയാത്തതായി ഭവിക്കുന്നു. അല്ലയോ ഭഗവാനെ, നിന്തിരുവടിയുടെ മാഹാത്മ്യം എന്തെന്നറിയാതെയും ഐശ്വര്യം കൊണ്ട് മത്തനായും ദുർബുദ്ധിയും അപരാധിയുമായ ഞാൻ ചെയ്ത അപരാധങ്ങളെല്ലാം നിന്തിരുവടി പൊറുക്കേണമേ. ഇത്തരത്തിലുള്ള ദുർബുദ്ധി എനിക്കിനി ഉണ്ടാകാതിരിക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അല്ലയോ ഭഗവാനെ, നിന്തിരുവടി ഈ മർത്യാവതാരത്തെ കൈക്കൊണ്ടിരിക്കുന്നത് ഭൂഭാരമായിരിക്കുന്ന ദുഷ്ടനായ നൃപന്മാരെ ഇല്ലാതാക്കുന്നതിനും അങ്ങയുടെ പാതാരവിന്ദങ്ങളെ സേവിക്കുന്നവർക്ക് സ്വസ്തിയെ നൽകുന്നതിനും വേണ്ടിയുള്ളതാണ്. അല്ലയോ ഭഗവാനെ, പുരുഷനും മഹാത്മാവും വാസുദേവനും കൃഷ്ണനും സാത്വതന്മാരുടെ പതിയുമായിരിക്കുന്ന നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. വിശുദ്ധ ജ്ഞാനമൂർത്തിയും സ്വേച്ഛാനുസൃതമായി സ്വീകരിച്ചിരിക്കുന്ന ശരീരത്തോടു കൂടിയവനും വിശ്വമൂർത്തിയും സകല ചരാചരങ്ങളുടെയും കാരണവും സർവഭൂതസ്വരൂപനുമായ നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. ലോകപാലകനാണെന്ന് അഭിമാനിക്കുന്ന ഞാൻ നിന്തിരുവടി യാഗവിഘ്നം വരുത്തിയതുകൊണ്ട് കുപിതനായി കൊടുങ്കാറ്റും പേമാരിയും കൊണ്ട് ഗോകുലത്തെ എല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി. എൻ്റെ ആ അപരാധത്തെ നിന്തിരുവടി ക്ഷമിക്കണമേ. അഹങ്കാരമെല്ലാം നശിച്ചിരിക്കുന്നവനും ഉദ്യമം പരാജയപ്പെട്ടവനുമായ എന്നെ നിന്തിരുവടി അനുഗ്രഹിച്ചിരിക്കുന്നു. സർവ്വതിൻ്റെയും ഈശ്വരനും ഗുരുവുമായിരിക്കുന്ന അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇന്ദ്രൻ്റെ സ്തുതിയിൽ സന്തുഷ്ടനായ ഭഗവാൻ മേഘഗംഭീരമായ സ്വരത്തിൽ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു. ശ്രീ ഭഗവാൻ പറയാണ്, അല്ലയോ ദേവേന്ദ്ര, ഐശ്വര്യം കൊണ്ട് മത്തനായ അങ്ങയുടെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനായാണ് ഞാൻ യാഗവിഘ്നം വരുത്തിയത്. ഇപ്പോൾ ഭവാന്റെ അഹങ്കാരമെല്ലാം ശമിച്ച് എന്നിൽ ഭക്തി ഉദിച്ചിരിക്കുന്നു. ഐശ്വര്യം കൊണ്ട് മത്തനായവന് സർവേശ്വരനായ എന്നെ ദർശിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ ആദ്യമായി അത്തരക്കാരുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നു. അല്ലയോ ദേവനാഥ, ഇനി അങ്ങ് സന്തുഷ്ടനായി അമരാവതിയിലേക്ക് മടങ്ങിപ്പോയാലും അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. എൻ്റെ ഇച്ഛയെ മാനിച്ച് എല്ലാവരും താന്താക്കളുടെ കർമ്മങ്ങളെ അനുഷ്ഠിക്കുവിൻ. ഇതിനുശേഷം ഗോമാതാവായ സുരഭി സന്താനങ്ങളോടുകൂടി സർവേശ്വരനായ കൃഷ്ണനെ വന്ദിച്ച് ഇപ്രകാരം പറഞ്ഞു. ഹേ കൃഷ്ണ, കരുണാകര, അങ്ങ് ഞങ്ങളുടെ പരദേവതയാണ്. അങ്ങ് ഗോക്കളുടെയും വിപ്രന്മാരുടെയും സജ്ജനങ്ങളുടെയും ഇന്ദ്രനായി ഭവിച്ചാലും ഭൂഭാരം തീർക്കാനായി ഭൂമിയിൽ അവതരിച്ച അങ്ങയെ ബ്രഹ്മാവിൻ്റെ ആജ്ഞപ്രകാരം ഇന്ദ്രനായി അഭിഷേകം ചെയ്യാൻ വന്നതാണ് ഞങ്ങൾ. ശ്രീശുകൻ പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞ് സുരഭി സ്വന്തം ക്ഷീരം കൊണ്ട് ശ്രീകൃഷ്ണനെ അഭിഷേകം ചെയ്തു. അപ്പോൾ ദേവമാതൃക്കളാൽ പ്രേരിതരായെത്തിയ മുനിമാരും ഇന്ദ്രനും കൂടി സ്വർഗംഗയിലെ ജലം ഐരാവതത്തെ തുമ്പിക്കൈ കൊണ്ട് കോരിയെടുപ്പിച്ച്
ഭഗവാനെ അഭിഷേകം ചെയ്തു. ഗോക്കളെയും സ്വർഗത്തെയും രക്ഷിക്കുന്നവനായതുകൊണ്ട് കൃഷ്ണന് ഗോവിന്ദൻ എന്ന നാമധേയം സിദ്ധിച്ചു. സർവേശ്വരനായ കൃഷ്ണൻ്റെ മാഹാത്മ്യം അവിടെത്തിയ തുമ്പുരു, നാരദൻ തുടങ്ങിയ ദേവർഷിമാരും സിദ്ധ, ഗന്ധർവ, വിദ്യാധരാദികളും ചേർന്ന് മനോഹരമായി ആലപിക്കുവാൻ തുടങ്ങി. ഈ മംഗള സന്ദർഭത്തിൽ അപ്സരസുകൾ മനോഹരമായി നൃത്തം ചെയ്യുവാൻ തുടങ്ങി. ദേവന്മാർ ഭഗവാന്റെ മേൽ പുഷ്പവൃഷ്ടി നടത്തി. ഈ കാഴ്ച കണ്ട് ത്രിലോകവാസികളും നിർവൃതി പൂണ്ടു. ആനന്ദചിത്തരായ ഗോക്കൾ പാൽ ചുരത്തി ഭൂമിയാകെ നനച്ചു. നദികൾ നാനാരസസമൃദ്ധമായ ജലവും വഹിച്ച് മന്ദം മന്ദം ഗമിച്ചു. വൃക്ഷങ്ങളിൽ നിന്ന് തേൻ പ്രവഹിക്കുവാൻ തുടങ്ങി. ധാന്യങ്ങൾ മൂത്ത് പാകമായി നിന്നു. പർവ്വതങ്ങൾ രത്നങ്ങളും വഹിച്ചുകൊണ്ട് പ്രശോഭിച്ചു. ഈ സന്ദർഭത്തിൽ സ്വതവേ ക്രൂര സ്വഭാവത്തോടുകൂടിയ വ്യാഘ്രാദി മൃഗങ്ങൾ കൂടി ശാന്തചിത്തരായി കാണപ്പെട്ടു. ഇപ്രകാരം കൃഷ്ണനെ ഗോവിന്ദനായി അഭിഷേകം ചെയ്ത് അദ്ദേഹത്തിൻ്റെ അനുജ്ഞ വാങ്ങി ദേവേന്ദ്രൻ ദേവന്മാരോടുകൂടി അമരാവതിയിലേക്ക് മടങ്ങിപ്പോയി. എൻ്റെ ഈ വാക്കുകൾ ശ്രീകൃഷ്ണ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.